നിങ്ങൾ അലർജിക്ക് ട്രീറ്റ്മെന്റ് എടുക്കാൻ പ്ലാൻ ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങളുടെ അലർജിയെ കുറിച്ചിട്ട് നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഒരു ധാരണ ഉണ്ടാവണം. ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്ക് എന്താണ് അലർജി ഉണ്ടാക്കുന്നത്, അതായത് നിങ്ങളുടെ അലർജൻ എന്താണ്. പലർക്കും പല ട്രിഗറിംഗ് ഫാക്ടേഴ്സ് കാരണമാണ് നമുക്ക് അലർജിയുടെ സിംറ്റംസ് വരാറുള്ളത്. പൊടിയാവാം, പുകയാവാം, അല്ലെങ്കിൽ ചിലർക്ക് കാലാവസ്ഥാ വ്യത്യാസമാവാം, തണുപ്പാവാം, ഇങ്ങനെ പല കാരണങ്ങളാവാം. സോ ഏത് കാരണങ്ങൾ കൊണ്ടാണ് നിങ്ങൾക്ക് ഈ അലർജിയുടെ ബുദ്ധിമുട്ടുകൾ വരുന്നത് എന്ന് കൃത്യമായിട്ട് ഒബ്സർവ് ചെയ്ത് മനസ്സിലാക്കി വെക്കുക. ആൻഡ് ദെൻ നിങ്ങൾക്ക് എന്തൊക്കെ സിംറ്റംസ് ഉണ്ടാവുന്നുണ്ട്, ചുമ, അതുപോലെ തന്നെ തുമ്മൽ, കണ്ണ് ചൊറിച്ചിൽ, മൂക്ക് ചൊറിച്ചിൽ, അങ്ങനെ നിങ്ങൾക്ക് അലർജി കാരണം എന്തെല്ലാം ബുദ്ധിമുട്ടുകൾ വരുന്നുണ്ടോ അതെല്ലാം കൃത്യമായിട്ട് ഒബ്സർവ് ചെയ്തിട്ട് തന്നെ നിങ്ങൾ നിങ്ങളുടെ ഡോക്ടറെ അടുത്ത് സംസാരിക്കുക. ആൻഡ് ദെൻ നിങ്ങൾക്ക് ആനുവൽ അലർജി ആണോ അതോ സീസണൽ അലർജി ആണോ. ചില ആളുകൾക്ക് വർഷത്തിൽ ത്രൂ ഔട്ട് അലർജിയുടെ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും. എന്നാൽ ചില ആളുകൾക്ക് ഒരു പെർട്ടിക്കുലർ സമയത്ത് അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ മാസങ്ങളിൽ മാത്രമായിരിക്കും ബുദ്ധിമുട്ടുണ്ടാവുക. സോ സീസണൽ അലർജി ആണോ എന്നുള്ളത് കൂടെ നോക്കി വെക്കുക. ആൻഡ് നിങ്ങളുടെ ഫാമിലിയിൽ, അതായത് പാരമ്പര്യമായിട്ട് നിങ്ങൾക്ക് അലർജിയുടെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരുണ്ടോ എന്ന് നോക്കുക. ഇത്തരം കാര്യങ്ങളെ കുറിച്ചിട്ട് കൃത്യമായിട്ടൊരു ഐഡിയ ഉണ്ടാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ട്രീറ്റ്മെന്റ് ഒന്നും കൂടെ ഈസി ആയിരിക്കും.